മോദി ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ആളാണ്. പ്രതിപക്ഷത്തെ കേൾക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ പ്രോസസ്സ്. അത് വിശാല മനസ്സ് ഉള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. മോദിക്ക് അതില്ല. ഏകാധിപതിയായി മാറിയിരിക്കുന്നു മോദി. ആ മോദിയെ ഏകാധിപത്യ മനോഭാവത്തിലേക്ക് BJP കൊണ്ടുവന്നിരിക്കുന്നു. അവർ വിചാരിച്ച എന്താണ്? വൺ നേഷൻ, വൺ ലീഡർ, വൺ റിലീജിയൻ, വൺ ഇലക്ഷൻ, എല്ലാം വണ്ണിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് പോലും നമ്മൾ പ്രതിഷേധിച്ചിട്ടുണ്ട്, അല്ലെ, ശബ്ദിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അവിടെയാണ് ഈ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് കൈക്കുമ്പിളിൽ ലോകത്തെപ്പറ്റി നമ്മൾ വായിക്കുകയും ലോകരാഷ്ട്രങ്ങളെപ്പറ്റി അറിയുകയും ലോകരാഷ്ട്രത്തെ പൊളിറ്റിക്സ് സംസാരിക്കുകയും ചെയ്ത് നമ്മുടെ അടുത്ത് പറയുകയാണ്, നീ സംസാരിച്ചാൽ നിന്റെ മതം ഇതാണെങ്കിൽ, നിന്റെ നിറം ഇതാണെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ തലയിൽ കൂടെ ഒരു തട്ടം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നീ മറ്റെന്തെങ്കിലും ആണെങ്കിൽ നീ രാജ്യദ്രോഹിയാണ്. BJP ഫാസിസ്റ്റ് ആകുന്നത് എങ്ങനെയാണ്? പലതരത്തിലാണ്. ഞങ്ങളുടെ മതം, ഞങ്ങളുടെ പൊളിറ്റിക്സ്, ഞങ്ങൾക്കെതിരെ സംസാരിച്ചാൽ നീ ദേശവിരുദ്ധൻ, ദേശദ്രോഹി. ഗൗരി ലങ്കേഷ് എന്ന സ്ത്രീ സാമൂഹ്യ പ്രവർത്തനം കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലോട്ട് വന്നു. അവർ സിറ്റ് ഔട്ടിൽ കയറി അവരുടെ ഡോറ് തുറന്നപ്പോൾ ഒരു കോളിംഗ് ബെൽ അടിച്ചു. പുറത്തോട്ട് കഴിയുമ്പോൾ വെടിവെച്ചു. നമ്മുടെ ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ രാജ്യത്തിൻ്റെ പൊളിറ്റിക്സ് സംസാരിക്കുന്നില്ല, അല്ലെ അവർ അരാഷ്ട്രീയവാദികളാണ്, അല്ലെ അവർക്ക് വിഷൻ വെറുതെയാണ്. നമ്മളിപ്പോഴത്തെ പിള്ളേരോടൊക്കെ സംസാരിച്ചാൽ മുട്ടി നിൽക്കാൻ പറ്റത്തില്ല, അത്ര വിഷനാണ് അവർക്ക്. രാജ്യവ്യാപകമായിട്ട് ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. മോദി അധികാരത്തിൽ വന്നതിന് ശേഷം, പ്രധാനമന്ത്രി ആയതിനു ശേഷം 12 വർഷത്തിന് ശേഷമാണ് വലിയൊരു പ്രതിഷേധം നടന്നത്. ഈ CJPയുടെ പ്രതിഷേധം നടന്നത്. അതിനു മുമ്പ് നടന്നത് കർഷക പ്രതിഷേധമായിരുന്നു. അങ്ങനെ ഓരോ സമയം കഴിയുമ്പോഴും പ്രതിഷേധത്തിന്റെ എണ്ണം കൂടി വരികയാണ്. ഇപ്പൊ വീണ്ടും പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. പല മേഖലയിൽ നിന്ന് പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രതിഷേധം നടക്കുമ്പോൾ അങ്ങ് ഇപ്പോൾ പല ചാനൽ ചർച്ചകളിലും ഈ പ്രതിഷേധത്തെ പറ്റി പറയാറുണ്ട്. ഈ പ്രതിഷേധത്തെ പറ്റി പറയുമ്പോഴും ഒരു കാര്യം ചോദിക്കാനുള്ള, ഇത്തരം കാര്യങ്ങൾ കൂടി വരുന്നതിന്റെ ഏറ്റവും ഒരു ഉദാഹരണം ഈ BJP ഭരണം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭരണം ജനങ്ങൾ മടുത്തു എന്നതുകൊണ്ടാണ്. BJPയുടെ ഭരണം മടുത്തു എന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എല്ലാ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമും ജനാധിപത്യത്തിൽ എന്തിനു വേണ്ടിയാണ്? ആൾക്കാർക്ക് മത്സരിക്കാനും ജയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം, വേദി മാത്രമാണ് പൊളിറ്റിക്കൽ പാർട്ടി. ഇപ്പം അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യ കണ്ട നല്ലൊരു പ്രധാനമന്ത്രിയായിരുന്നു, ഒരു സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു, അല്ലേ? പക്ഷെ അദ്ദേഹം BJPക്കാരനായിരുന്നു. അപ്പം BJP എന്നതിൻ്റെ അപ്പുറത്തേക്ക് പ്രശ്നം ആ ലീഡറാണ്. ഇപ്പം ജനങ്ങളെ കേൾക്കുന്ന CJP വിഷയം ഉന്നയിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ജനങ്ങളോട് അധികാരത്തിലിരിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ശബ്ദമുയർത്തിയപ്പോൾ തന്നെ ആ കുട്ടികളെ അഡ്രസ്സ് ചെയ്തിരുന്നെങ്കിൽ, അതിനുശേഷം വാജ്പേയി ആയിരുന്നു അഡ്രസ്സ് ചെയ്തേനെ, നെഹ്റു ആണ് അഡ്രസ്സ് ചെയ്തേനെ, അങ്ങനെ അഡ്രസ്സ് ചെയ്ത ഇന്ദിരാഗാന്ധി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ BJP എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിനെ നയിക്കുന്നത് ആരാണ് എന്നതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. കാരണം പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കൊരു ഒരു സ്ട്രക്ചർ കൊടുക്കുന്നത് അതിന്റെ ലീഡേഴ്സ് അല്ലേ, ലീഡറിലൂടെ അല്ലേ നമ്മൾ പാർട്ടി അറിയുന്നത്. അങ്ങനെ നയിക്കുന്നതിൽ മോദി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ മോദി ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ആളാണ്. അതായത് എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ, നമ്മൾ കാണല്ലേ പമ്പിലൊക്കെ അദ്ദേഹത്തിന്റെ മാത്രം ആ ഒരു ഏകാധിപത്യം. അത് വേറെ കാര്യമുണ്ട്, മോദി അങ്ങനെ ആക്കിയെടുത്തതാണ് BJP, ഒരു വൺ ലീഡറിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ ആ വൺ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ സ്വേച്ഛാധിപത്യ മനോഭാവം ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. ഞാൻ വ്യക്തിപരമായി മോദിക്കെതിരോ അല്ലെങ്കിൽ BJPക്കെതിരോ എന്നുള്ളതല്ല, ഞാൻ എപ്പോഴും പ്രതിപക്ഷ ശബ്ദമായിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. വീട്ടിൽ അപ്പനൊരു കാര്യം പറയുമ്പോൾ നമ്മൾ തർക്കിക്കും, അമ്മ പറയുമ്പോൾ തർക്കിച്ചിട്ട് കോമൺ കോസിൽ ഉണ്ടാകുന്ന വിഷയമാണെങ്കിൽ അവസാനം ഒരു ഫുൾ ചർച്ച ഡൈനിങ് ടേബിളിൽ ഇരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് തീരുമാനം എടുക്കുന്നത്. അല്ലാതെ അപ്പനിങ്ങോട്ട് വന്നിട്ട് നാളെ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും. അപ്പോൾ ജനാധിപത്യത്തിലെ ഏറ്റവും മനോഹരമായ പ്ലാറ്റ്ഫോം പ്രതിപക്ഷം ആയിരിക്കുക എന്നുള്ളതാണ്. ആ പ്രതിപക്ഷത്തെ കേൾക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ പ്രോസസ്സ്. അത് വിശാല മനസ്സ് ഉള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. മോദിക്ക് അതില്ല, മോദിക്ക് അതിന് കഴിയുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് സ്വന്തം അഭിപ്രായങ്ങൾ പറയാൻ പോലും കഴിയുന്നില്ല എന്നാണ് ഒരുപറ്റം ആളുകൾ പറയുന്നത്. ഈ CJPയുടെ പ്രതിഷേധത്തില് അദ്ദേഹം സോഷ്യൽ മീഡിയ വന്നിരുന്ന് പറയുന്ന സമയത്ത് അത് ടെലിപ്രോമറ്റിലൂടെ കണ്ടു വായിക്കുകയാണ്. അതായത് ആ ഒരു വിഷയത്തെ പറ്റി പോലും സംസാരിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഒരുപറ്റം ആളുകൾ പറയുന്നത്. മാത്രമല്ല ഈ ഒരു CJP വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയാം, മോദിക്ക് ഡിഗ്രി ഉണ്ട്, മോദി പഠിച്ചത് ഇന്ന കോളേജ് ആണ്, പക്ഷെ അതിനെ പറ്റിയുള്ള തെളിവുകളോ സർട്ടിഫിക്കറ്റോ ഒന്നും തന്നെ കാണിക്കാനൊന്നും തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഈ കുട്ടികളുടെ ഈ ഒരു പ്രതിഷേധത്തെ എത്രത്തോളമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കാരണം ടെലിപ്രോമിറ്റ് ഇല്ലാതെ അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. അല്ല, ഞാനതാ പറഞ്ഞേ, ഞാൻ ഒരു ഡിബേറ്റിലും ഒരു ചർച്ചയിലും ഒരാളെയും വ്യക്തിപരം അദ്ദേഹം ടെലിപ്രോംപ്റ്റർ ഉപയോഗിച്ചോട്ടെ, വിദ്യാഭ്യാസം ഇല്ലാതെ ഇരുന്നോട്ടെ, വിദ്യാഭ്യാസമില്ലാതെ എത്രയോ പേർ
ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ജനാധിപത്യത്തിന്റെ അധികാരത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നുമല്ല, നിങ്ങൾ ജനാധിപത്യത്തിൽ നമ്മൾ അതിനെ വിശകലനം ചെയ്യുമ്പോൾ ലോകത്ത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇന്ത്യ ഡെമോക്രസി ആണ്, ഈ ഡെമോക്രസി എന്ത് നാശമായിക്കൊണ്ടിരിക്കുന്നു, അല്ലെ ജനാധിപത്യം തകർന്നിരിക്കുന്നു. അതിന് വേറെ ഓപ്ഷൻ ഏതാ ലോകത്തുള്ള? ഒന്നുമില്ല. അല്ല, എഡ്യൂക്കേഷൻ ഒരു ബേസ് അല്ലേ? കാരണം അല്ല, ഞാൻ പറഞ്ഞത് ജനാധിപത്യമാണ് ലോകത്തിൽ ഇപ്പം നിലവിലുള്ള ഏറ്റവും മനോഹരമായ പ്രോസസ്സ്, അതായത് അധികാരത്തിലേക്ക് എത്താൻ. ആ ജനാധിപത്യത്തിന് ബദലായി മറ്റൊന്നും ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. അതിന് ബദലായിട്ടാണല്ലോ ഇപ്പൊ കാര്യങ്ങൾ ചെയ്യുന്നത്. അതും ജനാധിപത്യമല്ലേ? CJP കാണിക്കുന്നതും ജനാധിപത്യമല്ലേ? കൂട്ടായ്മയല്ലേ? ജനാധിപത്യം എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ സംസാരിക്കുക. അപ്പൊ അവിടെ അദ്ദേഹം ടെലിപ്രോംപ്റ്റർ ഉപയോഗിച്ച് സംസാരിച്ചതോ അല്ലെങ്കിൽ അതിന് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒന്നുമല്ല ഞാൻ അഡ്രസ് ചെയ്യുന്ന പ്രശ്നം. നിങ്ങൾ ഇന്ത്യ പോലൊരു രാജ്യത്ത്, ഇപ്പൊ ഞാൻ കൊല്ലത്തുനിന്ന് രാവിലെ യാത്ര ചെയ്ത് എറണാകുളത്ത് വന്ന ആളാണ്. എനിക്കറിയാം ഇന്നത്തെ വൈകിട്ടത്തെ ഫുഡിന്റെ ടേസ്റ്റ് വരെ മാറും. അങ്ങ് കൊല്ലംകാരിയാണ്, കൊല്ലത്തെ ഫുഡ് അല്ല എറണാകുളത്തുള്ളത്, അല്ലെ വ്യത്യസ്ത ഫുഡാണ്. അമ്മയുടെ ഫുഡ് കഴിയാൻ കൊല്ലത്തെത്തണം. അപ്പം അത്ര വ്യത്യസ്തമായിട്ടുള്ള രാജ്യമാണ് നമ്മുടേത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ട്രാവൽ ചെയ്ത ഒരാളാണ്. ഗോവയിൽ പോയിട്ട് ഗോവയുടെ ഫുഡ് മീൻ റവ ഇട്ടാണ് വറുത്ത് നമുക്ക് തരുന്നത്. അത് വേണ്ടെന്ന് പറഞ്ഞ കാരണം അവരുടെ ഗോവൻ ഫുഡിന്റെ രീതി അതാണ്. അത് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പം അത് കഴിഞ്ഞ് ട്രെയിനിൽ യാത്ര ചെയ്യും. ട്രെയിനിൽ ഞാൻ തിരിച്ചു കയറിയപ്പോൾ നോർത്ത് ഇന്ത്യൻ ഫുഡാണ്, റൊട്ടിയും ദാലും ഒക്കെയാണ്. വീട്ടിൽ ഞാൻ പരിപ്പ് കഴിക്കാറില്ല. അപ്പോൾ അത്ര വ്യത്യസ്തമായ ഒരു രാജ്യമാണ്. നിങ്ങൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അവർ ഒറ്റ വാക്കിൽ പറയുന്നത് വി ആർ അമേരിക്കൻസ്, അല്ല എന്താ അങ്ങനെ അവർ പറയും, അല്ല വി ആർ ചൈനീസ് എന്നാ പറയുന്നത് അല്ലേ. അമേരിക്കയിൽ പോയിട്ട് അവിടെ ഞാൻ വാഷിങ്ടണുകാരനാണ്, ന്യൂയോർക്കാരനാണ് അവർ പറയത്തില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രശ്നം എന്താണ്? മലയാളി എന്ന് പറയും. നമ്മൾ പറയും ഞാൻ ഐ എം മലയാളി, ഐ എം മല്ലു, ഐ എം തമിഴൻ. അപ്പൊ തമിഴനും മലയാളിയും കർണാടകക്കാരനും UP-ക്കാരനും എല്ലാം ചേരുന്നതിനെയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നയിക്കണമെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു ലോകരാഷ്ട്രത്തെ നയിക്കുന്നതിനേക്കാളും ഇരട്ടി വിശാല മനസ്സും സഹിഷ്ണുതാബോധവും മറ്റുള്ള കേൾക്കാനുള്ള, നിങ്ങൾ കേട്ടോണ്ടിരുന്നാൽ മതി, ഞങ്ങൾക്ക് ഇത് ചോദിക്കാനുണ്ട്, പറഞ്ഞോളൂ. അപ്പോൾ ആ രീതിയിലുള്ള ഏകാധിപതിയായി മാറിയിരിക്കുന്നു മോദി. ആ മോദിയെ ഏകാധിപത്യ മനോഭാവത്തിലേക്ക് BJP കൊണ്ടുവന്നിരിക്കുന്നു. അവർ വിചാരിച്ച എന്താണ്? വൺ നേഷൻ, വൺ ലീഡർ, വൺ റിലീജിയൻ, വൺ ഇലക്ഷൻ, എല്ലാം വണ്ണിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അതൊരിക്കലും ഇന്ത്യക്ക് ഭൂഷണമല്ല. അതുകൊണ്ടാണ് പിള്ളേർ റോഡിൽ ഇറങ്ങിയത്. ഇന്ത്യക്ക് വൺ പറ്റില്ല. നമുക്ക് വൺ പറയുന്ന ഒരു ഫീല് നമുക്കില്ല. നമ്മളെ ഒരിക്കലും ഇപ്പോഴും നമ്മൾ മലയാളികളായ നമ്മൾ ബോംബെയിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ചേട്ടൻ പണ്ട് ബോംബെയിലായിരുന്നു. ബോംബെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചെന്ന സമയത്ത്, ചേട്ടൻ 8 വർഷമായിട്ട് ബോംബെ താമസിക്കുക. അപ്പോൾ താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു ചേട്ടൻ്റെ കടയിൽ നിന്നാണ് പാലൊക്കെ വാങ്ങുന്നത്. ഒരു മനുഷ്യൻ, ഭാര്യയുണ്ട്. ചേട്ടൻ അവിടെ 8 വർഷമായി താമസിച്ചിട്ട് പിന്നീട് ഒരു സാഹചര്യത്തിൽ ഞാനവിടെ ചെന്നതിന് ശേഷം ഒരു സംസാരത്തിലാണ് നമ്മൾ അറിയുന്നത് ഇയാൾ മലയാളിയാണെന്ന്. ആ ചേട്ടൻ അത്രയും നാൾ മലയാളിയായ എൻ്റെ ചേട്ടനോട് മലയാളത്തിൽ സംസാരിച്ചിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മലയാളിയാന്ന് അറിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് താമസിക്കാൻ. അപ്പം അത്ര വ്യത്യസ്തമായ ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് മോദി കാണിക്കുന്നത്, മോദിയല്ല RSS നയിക്കുന്ന RSSന്റെ ഈ വൺ ആ വണ്ണിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം 1 ഇലക്ഷൻ നടത്താൻ പോകുന്നു. അതെന്തൊരു ഭീകരതയായിരിക്കും ഇന്ത്യയിൽ. 1 യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യക്ക് കുറെ കാര്യങ്ങളിൽ ഒരു ഒരു ഏക മനോഭാവം വേണം. പ്രത്യേകിച്ച് പ്രോപ്പർട്ടി വിഷയം, അല്ലെങ്കിൽ മാട്രിമോണിയൽ സാഹചര്യത്തിൽ നമുക്ക് വ്യത്യസ്ത നിയമങ്ങൾ, അത് വലിയ പ്രശ്നമാണ്. കുടുംബ കോടതിയൊക്കെ നമ്മൾ കേസ് ചെയ്യുമ്പോൾ മുസ്ലിം ഫാമിലിയിലോ അല്ല ക്രിസ്ത്യൻ ഫാമിലിയിലോ, ക്രിസ്ത്യൻ ഹിന്ദു സ്ത്രീകൾക്കുള്ള അവകാശം ചില സാഹചര്യത്തിൽ മുസ്ലിംസിനില്ല. ചിലർക്ക് മുസ്ലിംസിന് മറ്റു ചില അവരുടെ ജീവനാംശ വിഷയത്തിൽ വേറെ രീതിയാണ്. അപ്പൊ അതിനകത്തൊക്കെ ചില സാധ്യതകൾ വേണം എന്നല്ലാതെ നിങ്ങൾക്ക് ഇന്ത്യയെ ഒന്നിലേക്ക് എത്തിക്കാൻ സാധിക്കത്തില്ല. ആ ഒന്നിലേക്ക് എത്തിക്കാൻ നരേന്ദ്രമോദിയും RSSും ശ്രമിക്കുന്നിടത്താണ് പ്രതിരോധം ഉണ്ടാകുന്നത്. ആ പ്രതിരോധമാണിത്. ആ പ്രതിരോധത്തെ നിങ്ങൾക്ക് രാജ്യദ്രോഹികളെന്നും ദേശദ്രോഹികളെന്നും അല്ലെ അർബൻ നക്സലൈറ്റുകളെന്നും അല്ലെ മാവോയിസ്റ്റുകളെന്നും വിദേശ ഫണ്ടെന്നൊക്കെ വിളിച്ചാൽ, അത് ഞാനൊരു ചർച്ചയിൽ പറഞ്ഞ പോലെ നമ്മൾ അടിയന്തരാവസ്ഥ ഞാൻ കണ്ടിട്ടില്ല. കേട്ടിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ കൊല്ലത്തൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വരുമ്പം ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ കൊല്ലം കോടതിയിലെ വളരെ പ്രശസ്തരായ CV പത്മരാജൻ, കടവൂർ ശിവദാസ് മരിച്ചുപോയി, കോൺഗ്രസ്സുകാരായിരുന്നു. അവരായിരുന്നു ആ സമയത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞാൽ സ്റ്റേറ്റ് പിടിച്ചുകൊണ്ട് വരുന്ന പ്രതികൾക്ക് ജാമ്യം കൊടുക്കണോ എന്ന് പറയുന്നവരാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത്. അങ്ങനെ എവിടെയെങ്കിലും ശബ്ദിച്ചാൽ പിടിച്ചുകൊണ്ട് വരും. അപ്പോൾ ഇവർ കോടതിയിൽ തന്നെ പ്രോസിക്യൂട്ടേഴ്സ് പറയും അദ്ദേഹത്തെ വിടണം, കാരണം അടിയന്തരാവസ്ഥ വിടാൻ പറ്റില്ല. അപ്പൊ അടിയന്തരാവസ്ഥ കാലത്ത് പോലും നമ്മൾ പ്രതിഷേധിച്ചിട്ടുണ്ട്, അല്ലെ, ശബ്ദിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അവിടെയാണ് ഈ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് കൈക്കുമ്പിളിൽ ലോകത്തെപ്പറ്റി നമ്മൾ വായിക്കുകയും ലോകരാഷ്ട്രങ്ങളെപ്പറ്റി അറിയുകയും ലോകരാഷ്ട്രത്തെ പൊളിറ്റിക്സ് സംസാരിക്കുകയും ചെയ്ത് നമ്മുടെ അടുത്ത് പറയുകയാണ്, നീ സംസാരിച്ചാൽ നിന്റെ മതം ഇതാണെങ്കിൽ, നിന്റെ നിറം ഇതാണെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ തലയെ കൂടെ ഒരു തട്ടം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നീ മറ്റെന്തെങ്കിലും ആണെങ്കിൽ നീ രാജ്യദ്രോഹിയാണ്.
അറിയാം. അതായത് നമ്മൾ എന്ത് അപമാനിച്ചാലും നമ്മൾ സഹിക്കും. നമ്മുടെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് നീ ദേശവിരുദ്ധനാന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയാൽ സഹിക്കാൻ പറ്റും. അതാണ് ചെയ്യുന്നത്. അതിലേക്ക് ഇവർ എത്തിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് ടോട്ടലി നമ്മുടെ രാജ്യം അനുഭവിക്കുന്നത്. ഇത് പക്ഷെ പുതിയ കാലത്തിലെ പിള്ളേർക്ക് ഇതിനെപ്പറ്റി നല്ല ബോധമുണ്ട്. അവർക്കിടയിൽ ഇതൊന്നുമില്ല. ഈ ജാതിയും മതവും വർണ്ണവും വർഗീയതയൊന്നുമില്ല. ഇതൊക്കെ പഴയ കാലത്തെ സാധനങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. പുതിയ കാലത്തിലെ പിള്ളേർ കുറച്ചുകൂടെ വിശാലമായ ലോകത്തെ കാണുന്നവരാണ്. അപ്പൊ അവർക്കിടയിൽ ഈ സാധനം കൊണ്ടുവന്ന് ഇന്ത്യയെ വൺ ഫീൽ നിർത്താൻ ശ്രമിക്കുന്നതാണ് ഫാസിസ്റ്റ് മനോഭാവം. അതാണ് ഹിറ്റ്ലർ ചെയ്തത് എന്താണ്? ദേശീയത കത്തിച്ചു. ഈ ബി.ജെ.പിയുടെ രാഷ്ട്രീയം ഒരു ഫാസിസ്റ്റ് ലെവലല്ലേ? ഫാസിസം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ഫാസിസം എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഉത്തരേന്ത്യയിൽ കാണുന്ന എന്തെങ്കിലും ഒരു സാധനമല്ല. ഫാസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വീട്ടിൽ പറയുകയാണ്, ഇനി ഞാൻ പറയുന്ന വീട്ടിൽ അനുസരിച്ചാൽ മതി എന്ന് പറയുന്നതാണ് ഫാസിസം. ഞാൻ പറയുന്നത് ഭക്ഷണം കഴിച്ചാൽ മതി, ഫാസിസം. ഞാൻ പറയുന്ന സിനിമ കണ്ട, അതായത് നിങ്ങളുടെ ആശയം, നിങ്ങളുടെ തീരുമാനം നിങ്ങൾ ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ആ വേർഡിനാണ് ഫാസിസ്റ്റ് എന്ന് പറയുന്നത്. ബി.ജെ.പി. ഫാസിസ്റ്റ് ആകുന്നത് എങ്ങനെയാണ്? പലതരത്തിലാണ്. ഞങ്ങളുടെ മതം, ഞങ്ങളുടെ പൊളിറ്റിക്സ്, ഞങ്ങൾക്കെതിരെ സംസാരിച്ചാൽ നീ ദേശവിരുദ്ധൻ, ദേശദ്രോഹി. ഇനി ദേശവിരുദ്ധനും ദേശദ്രോഹി ആക്കുമ്പോഴുള്ള പ്രശ്നം അറിയോ? ചുമ്മാ ഒരു കേസ്, ഇപ്പം ബ്രിട്ടീഷുകാർ എഴുതി വെച്ചൊരു നിയമമുണ്ട് പണ്ട്, IPC 153. അതായത് അത് അവർ തുടങ്ങിയതാണ്. ബ്രിട്ടീഷുകാർ എന്തിനാണ് IPC ഇന്ത്യ ശിക്ഷാ നിയമത്തിൽ ഈ രാജ്യദ്രോഹത്തിന്റെ ഒരു പട്ടം എടുത്തു വെച്ചതെന്നറിയാമോ? കാരണം അവർക്ക് അന്ന് ഇന്ത്യക്കാരെ അടിച്ചമർത്താനും കേസിൽപ്പെടുത്തി ഭീഷണിപ്പെടുത്തി നാട് കടത്താനും ഒക്കെ ആ വകുപ്പ് വേണമായിരുന്നു. അതായത് നിങ്ങൾ അന്നത്തെ വൈസ്രോയ്ക്കെതിരെ അല്ലാത്ത അന്ന് ബ്രിട്ടീഷ് പാർലമെന്റിനെതിരെ ഒരു കരിങ്കൊടി കാണിച്ചാൽ നിങ്ങൾ ആന്റി നേഷനായി. അപ്പോൾ ആന്റി നേഷനായി കഴിയുമ്പോഴാണ് കേസാവുന്നത്. അത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി പുതിയ ജനാധിപത്യ സർക്കാർ വരുമ്പോഴും അവർ തുടരുകയാണ്. അത് കോൺഗ്രസ്സുകാരും ആ നിയമം റദ്ദ് ചെയ്ത് കളഞ്ഞില്ല. അതിനുശേഷം വന്ന് ഒരു ഗവൺമെന്റും കളഞ്ഞില്ല. കാരണം ഗവൺമെന്റിനെ സംബന്ധിച്ച് നമ്മളെ വിരൽത്തുമ്പിൽ നിർത്തുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ. നാളെ ഞാനും അങ്ങും എല്ലാം അങ്ങ് പ്രതിഷേധിക്കാൻ ഇറങ്ങിയ അരക്ഷിതാവസ്ഥയാവത്തില്ലേ? അപ്പൊ നിങ്ങൾക്കൊരു ഭയം വേണം. ഞാൻ ഇത് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടും, ഞാൻ ഇത് പറഞ്ഞാൽ കേസായ കോടതി കയറി നടക്കേണ്ടി, അതുകൊണ്ട് ഞാനിത് പറയുന്നില്ല. അത് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഞാൻ അതിനെ ന്യായീകരിക്കുന്ന ആളാണ്. അല്ല ചുമ്മാ അങ്ങ് അരക്ഷിതാവസ്ഥയായി കഴിഞ്ഞാൽ നമുക്ക് മറ്റു ചില രാജ്യങ്ങൾ പോലെ. പക്ഷേ അവിടെ കോടതികൾ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ രാജ്യദ്രോഹം എന്ന് പറയുന്ന ഒരാളെ വിളിക്കണമെങ്കിൽ അയാൾക്കെതിരെ കേസുണ്ടോ, അയാളുടെ സ്റ്റേറ്റ്മെന്റ് രാജ്യദ്രോഹമായോ, ആ രാജ്യദ്രോഹത്തിന് അയാളെ ശിക്ഷിച്ചു. ഇനി വേറെ കാര്യമുണ്ട്, രാജ്യദ്രോഹി എന്നൊരാളെ വിളിക്കണമെങ്കിൽ രാജ്യദ്രോഹത്തിന് ഒഫൻസ് ഇട്ട് കോടതി അയാളെ ശിക്ഷിക്കണം. അതിനുമുമ്പ് രാജ്യദ്രോഹി എന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷെ നോക്കൂ, CJPയുടെ വന്ന പിള്ളേരെ മുഴുവൻ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈ CJP വിഷയത്തിൽ ആദ്യം സംസാരിക്കുന്നത് കേരളത്തിലൊരു ടെലിവിഷൻ ചർച്ചയിലൊക്കെ വന്ന ഒരു ഇഷ മറിയം എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. കരുനാഗപ്പള്ളിക്കാരി കുട്ടിയാണ്. കൊച്ചിയിലാണ് അത് പഠിക്കുക, LLBക്ക് പഠിക്കുകയാണ്. ഒരു 16-17 വയസ്സേ ഉള്ളൂ. ആ 16-17 വയസ്സുള്ള കുട്ടി ഒരു ടെലിവിഷൻ ചർച്ചയിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോയിരുന്നപ്പോൾ BJPയുടെ പ്രഗത്ഭരായ കുറേ നേതാക്കന്മാരുണ്ട് CJPക്കെതിരെ സംസാരിക്കും. പേര് ഞാൻ പറയുന്നില്ല. അപ്പം ആ ചർച്ചയിൽ ഈ 17 വയസ്സുള്ള, അതായത് ചർച്ച ചെയ്യുന്ന ആളുടെ കുഞ്ഞുമോളുടെ പ്രായമേ ഉള്ളൂ, അവളുടെ മുഖത്ത് നോക്കി പറയുകയാണ്, ഇങ്ങനെ സംസാരിച്ചാൽ നിന്റെ ഭൂതവും ഭാവിയും ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ടി വരും. ഭൂതം അത് പഴയകാലം അന്വേഷിക്കേണ്ടി വരും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതൊരു ഭയപ്പെടുത്തലല്ലേ, ഭീഷണി. അപ്പൊ ആ കുട്ടി പറയാണ്, എന്ത് വേണമെങ്കിലും അന്വേഷിച്ചു, ഗർഭപാത്രം വരെ അന്വേഷിക്കാൻ പറ്റത്തില്ല അപ്പൊ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് 50 പേരോട് നമ്മളിത് പറഞ്ഞാൽ ഒരു 35 പേരും ഭയപ്പെട്ടു പോകും. അങ്ങനെ ഭയപ്പെടുത്തി വെച്ചിട്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇവിടുത്തെ E20 പെട്രോളിനെ പറ്റി സംസാരിക്കാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പെട്രോൾ വില വർധന വരെ സംസാരിക്കാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് തൊഴിലില്ലായ്മയെ പറ്റി അതുകൊണ്ടാണ് നിങ്ങൾക്ക് നരേന്ദ്രമോദിക്കെതിരെ നിങ്ങൾക്ക് പോസ്റ്റ് ഇടാൻ പറ്റാതെ പോകുന്നത്. അപ്പം കോടതികൾ, നമുക്കറിയാം, ഈ ഇന്ത്യയിൽ രാജ്യദ്രോഹത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരുണ്ട്. കൽബുർഗി പോലെ, അതുപോലെ വിവരാവകാശ പ്രവർത്തകരുണ്ട്, മരണപ്പെട്ടവർ, RSSകാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ കേരളത്തിൽ ഇതൊന്നും കാണുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ കർണാടകയിലും UPയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരെ തോക്കിന് മുമ്പ് ടപ്പ് ചെയ്ത് ചുമ്മാ വീട്ടിൽ ഗൗരി ലങ്കേഷിനൊക്കെ വന്ന്, തപോൽക്കറിനെയൊക്കെ ഗൗരി ലങ്കേഷിനൊക്കെ വീട്ടിൽ വന്നത് എനിക്ക് ആ ഗൗരി ലങ്കേഷ് എന്ന സ്ത്രീ സാമൂഹ്യ പ്രവർത്തനം കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലോട്ട് വന്ന് അവർ സിറ്റ് ഔട്ടിൽ കയറി അവരുടെ ഡോറ് തുറന്നപ്പോൾ ഒരു കോളിംഗ് ബെൽ അടിച്ചു. പുറത്തോട്ട് കഴിയുമ്പോൾ വെടിവെച്ചു. കേസില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല. പോലീസ് വന്ന് ഇൻക്വസ്റ്റ് എടുത്ത് മാസ്റ്ററൊക്കെ എഴുതി കൊണ്ടുപോയി അടക്കി. ആരാണ് കൊന്നതെന്ന് ഇപ്പോഴും അറിയത്തില്ല. നമുക്കിവിടെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ ഭയങ്കര ഈസിയാണ്. പക്ഷേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അത് ഇന്ത്യ കണ്ട ഏറ്റവും വിപ്ലവകരമായ നിയമമാണ്. അതായത് നമ്മുടെ രാജ്യത്തിന് എത്ര രൂപ നമ്മൾ ചെലവഴിക്കുന്നു, ഒരു പാലം പണിയുന്നതിന് എത്രയാണ്, അല്ലെ
കോടിക്കണക്കിന് രൂപയുടെ കനി വ്യവസായമൊക്കെ ഉണ്ട്. കാരണം UP-യിലും കർണാടക, അവിടെ ആർക്കാണ് അത് കൊടുത്തത്, അതിന്റെ കമ്മീഷൻ, ഇതൊക്കെ അറിയാൻ പറ്റും. ഇതൊക്കെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളെ വെടിവെച്ച് കൊല്ലുകയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ല. ചോദിക്കണ്ടേ? ഇപ്പൊ കേരളത്തിൽ നമ്മളിപ്പോ വീട്ടിൽ കയറി അടിച്ചാൽ ഇവിടെ 15 മുഖ്യധാരാ ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ ഉണ്ട്. അനങ്ങാൻ പറ്റത്തില്ല. ടെൻഷൻ ഒരു ദിവസം ചർച്ചയത്. പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒന്നുമില്ല. അത്തരം മാധ്യമ സ്വാതന്ത്ര്യം പോലും ഇല്ല അവിടെ ഒന്നും. അവിടെയൊക്കെ ഗോദി മീഡിയ എന്ന് പറയുന്ന പോലെ കുറെ മീഡിയാസ് മാത്രമുണ്ട്. അവരവരുടേതായ പ്രൊപ്പഗണ്ട പറയുന്നു. ലോക്കൽ എത്ര മീഡിയാസ് ഉണ്ട്, എത്ര ഇതുപോലെ ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഒരു ഓൺലൈൻ മാധ്യമം പോലെ ധൈര്യത്തോടെ സംസാരിക്കുന്ന എത്ര ഓൺലൈൻ മാധ്യമമുണ്ട് ഇത് കേരളത്തിന് പുറത്ത്? ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വികസനം. വികസനം എന്ന് പറഞ്ഞാൽ കുറെ കെട്ടിടം. ഇന്നിപ്പോ ഒരാൾ എന്നോട് സംസാരിച്ചൊരു വർഷം, അതായത് ഡെവലപ്മെന്റ് സ്കാം. അതായത് ഇപ്പം നാഷണൽ ഹൈവേ പണിയുന്നു, അല്ലെങ്കിൽ റോഡുകൾ പണിയുന്നു. ഇന്ത്യയിലൊട്ടാകെ റോഡുകൾ മനോഹരമാക്കിയിട്ടുണ്ട്. നിങ്ങൾ പുതിയ E20 പെട്രോൾ കൊണ്ടുവരുന്നു. പക്ഷെ അതിന്റെ പിന്നിലുള്ള സ്കാം എന്താണ്? ആൾക്കാർക്ക് പുതിയ വണ്ടി എടുക്കുമ്പോൾ മൈലേജ് ഇല്ല. പുതിയ വണ്ടികൾ എടുക്കുന്നവർ നമ്മളോട് പറയുന്നത് 18ഉം 19ഉം മൈലേജ് ഇട്ട് 12ഉം 13ലേക്ക് എത്തി. നിർബന്ധിതമായി നിങ്ങൾ ചെയ്തോളാനാ പറയും. എന്തിനാണ്? അത് മുഴുവൻ അതുമായി ബന്ധപ്പെട്ട അതിന്റെ E20 പെട്രോളുമായി ബന്ധപ്പെട്ട സാധ്യതകളും അതിന്റെ കമ്മീഷനും ഒക്കെ പോകുന്നത് ഒരു മന്ത്രിയുടെ കുടുംബത്തിലേക്കാണ്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ വികസനം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത്, ഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ എന്ത് കാര്യങ്ങൾ രാജ്യത്ത് ചെയ്താലും ആ ചെയ്യുമ്പോൾ അത് ആ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ ബാധിക്കാതിരിക്കണം. അതാണ് ഡെവലപ്മെന്റ്. നിങ്ങളിവിടെ റോഡ് പണിയുന്നു, നിങ്ങൾ ടാക്സ് കൊടുക്കുന്നു, കാറിന് ടാക്സ് കൊടുക്കുന്നു, പെട്രോൾ ടാക്സ് കൊടുക്കുന്നു, നിങ്ങൾ റോഡ് ഇറങ്ങിയാൽ നിങ്ങൾ ടോള് കൊടുക്കുന്നു. അപ്പം നിങ്ങൾക്ക് വികസനം തരുന്നുണ്ട്, നിങ്ങൾക്ക് റോഡ് തരുന്നു. പക്ഷെ ആ റോഡ് തരുന്നതോടുകൂടി നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന നികുതി ഇരട്ടിയാവുകയാണ്. നിങ്ങൾക്കൊന്നും ഫ്രീ അല്ല. നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഞാനിന്ന് ഓടിച്ചു വന്ന റോഡെന്ന് പറയുന്നത്, റോഡിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ റോഡെന്ന് പറയുന്നത് പണ്ട് കാലത്ത് സൗജന്യമായിരുന്നു. എങ്ങനെ റോഡുണ്ടായിട്ടുള്ളത്? നമ്മുടെ വല്യപ്പന്മാര് നടന്നു, അവർ കാളവണ്ടി പോയി റോഡ് തെളിച്ച് പോയതാണ്. അത് സൗജന്യമാണ്. നിങ്ങൾക്ക് നടക്കാനുള്ള, നമ്മളൊരു സിവിൽ കേസ് കോടതികൾ, നമ്മളിപ്പോൾ ഞാനും അങ്ങും തമ്മിൽ ഒരു അതിർത്തി പങ്കിടുകയാണ്. അങ്ങ് എൻ്റെ വീടിന്റെ സൈഡിൽ കൂടെയാണ് വർഷങ്ങളായി നടക്കുന്നത്. അങ്ങേക്ക് എൻ്റെ പറമ്പിൽ പ്രത്യേകിച്ച് റൈറ്റ് ഒന്നുമില്ല. നിങ്ങളൊരു 10 വർഷമായിട്ട് അതിൽ കൂടെ നടന്നു. എനിക്ക് സുപ്രഭാതത്തിൽ ആ വഴി കെട്ടിയിടയ്ക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഈസ്മെന്റ് റൈറ്റ് എന്ന് പറയും. നിങ്ങൾക്ക് നടക്കാനുള്ള അവകാശമുണ്ട് അവിടെ. മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്റ് ടു ലൈഫിന്റെ ഭാഗമാണ് നടക്കുക, ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. ഞാൻ പണ്ടൊരു ടെലിവിഷൻ ചർച്ചയിൽ ഇത് പറഞ്ഞിട്ട് അതിന്റെ അടിയിൽ വന്ന കമന്റുകൾ മുഴുവൻ എന്നെ അസഭ്യമാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ പറയുന്ന റിയാലിറ്റി അല്ലേ? ഈ റോഡുകൾ മുഴുവൻ നമ്മുടെ പൂർവ്വപിതാക്കന്മാര്, വല്യപ്പന്മാര് നടന്നും കാളവണ്ടി തെളിച്ചും ഒക്കെ ഉണ്ടാക്കിയ റോഡാണ്. അത് സൗജന്യമായിട്ടാണ് നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി ഇവിടുന്ന് കൊല്ലത്ത് പോകുമ്പോൾ അങ്ങേക്ക് ഈ റോഡിൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും? ടിക്കറ്റ് ചാർജ് കൊടുക്കുന്നില്ലേ? ടാക്സ് കൊടുക്കുന്നില്ലേ? ഒരു കാറിലാണ് പോകുന്നെങ്കിൽ അതിന് അതും ഇതുമെല്ലാം റോഡ് ടാക്സ് കൊടുക്കുന്നില്ലേ? എന്നിട്ട് 60 കിലോമീറ്റർ നിങ്ങളെ 100-150 രൂപ വാങ്ങിക്കും. അപ്പം ഇതേ സാഹചര്യം, ഇതേ ടാക്സ് നമ്മളെ ഈ നയങ്ങൾ രൂപീകരിക്കുന്നവർക്കുണ്ടോ? അവരുടെ വണ്ടികളെല്ലാം ഫ്രീ അല്ലേ? നമ്മളല്ലേ അനുഭവിക്കുന്നത്. അപ്പം നമുക്ക് വികസനം തരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ വികസനത്തിലൂടെ എൻ്റെ പോക്കറ്റ് കാലിയാവുകയാണ്. പിന്നെ എങ്ങനെയാണ് സാധാരണക്കാരന്റെ വരുമാനം വർദ്ധിക്കുന്നത്? അപ്പോൾ ഇപ്പം വിദേശ രാജ്യങ്ങൾ, റോഡിനെ പറ്റി പറയാൻ ഭയങ്കര രസമാണ്. വിദേശ രാജ്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അപ്പം നല്ല റോഡ് വേണ്ടേ, പെട്ടെന്ന് എത്താമല്ലോ എന്ന് ചോദിക്കും. വേണം, ഞാൻ അതിനെ അംഗീകരിക്കുന്ന ആളാണ്. പക്ഷെ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ റോഡ് പണിയണം. ഇപ്പൊ പഴയ ദേശീയപാത സർക്കാർ എടുത്തങ്ങ് കൊടുത്തിട്ട് നിങ്ങൾ പണിതോ എന്നിട്ട് ആജീവനാന്തം കാശ് വാങ്ങിച്ചോ എന്ന് പറയുന്നത് തെമ്മാടിത്തരമാണ്. ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. അതേ മറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ദേശീയപാത സൗജന്യമായി തന്നെ കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയ റോഡ് പണിയണം. പുതിയ ഭൂമി കണ്ടെത്തി പുതിയ റോഡ് പണിതിട്ട് പറയണം ആ റോഡിലൂടെ യാത്ര ചെയ്യുക. അതൊരു പുതിയ റോഡാണല്ലോ, അതിനുവേണ്ടി ഫണ്ട് ഇറക്കുന്നുണ്ടല്ലോ. ആ റോഡ് ടോളാണ് എന്ന് പറയണം. അപ്പൊ എനിക്ക് അവിടെ കയറണ ഞാൻ ടോൾ കൊടുത്താൽ മതി. വിദേശ രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ്. അമേരിക്കയിലും അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിലും ഒക്കെ പഴയ റോഡുകൾ. പുതിയ റോഡ് പണിയുമ്പോൾ സർക്കാരിന്റെ പണമില്ല. അതിനാണ് BOT, ബിൽഡ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ട്രാൻസ്ഫർ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ പണിയുന്നത്. കേരളത്തിലെ റോഡുകളെല്ലാം ഈ ദേശീയപാത വർഷങ്ങളായി നമ്മൾ സൗജന്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ വീടെടുത്ത് നമ്മൾ സൗജന്യമായി താമസിക്കും. നമ്മുടെ വല്യപ്പ ഉണ്ടാക്കി തന്ന നമ്മുടെ വീട്, അത് ഒരാൾ വന്നിട്ട് എടുത്ത് വേറൊരാൾ കൊടുക്കുക, എന്നിട്ട് നമ്മൾ വാടകയ്ക്ക് താമസിക്കുക. ഇതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ടോളുള്ള റോഡ് വേണം. അപ്പൊ ഇങ്ങനെ മനുഷ്യരെ മുഴുവൻ പ്രതിസന്ധിയിലാക്കാണ് ഒരു സൈഡിലൂടെ. അപ്പൊ ഇതിന്റെ ഫ്രസ്ട്രേഷൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഭയങ്കരമായിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവര്
എന്താ രാജ്യത്തിന്റെ പൊളിറ്റിക്സ് സംസാരിക്കുന്നില്ല, അല്ലെ അവർ അരാഷ്ട്രീയവാദികളാണ്, അല്ലെ അവർക്ക് വിഷൻ വെറുതെയാണ്. നമ്മളിപ്പോഴത്തെ പിള്ളേരോടൊക്കെ സംസാരിച്ചാൽ മുട്ടി നിൽക്കാൻ പറ്റത്തില്ല, അത്ര വിഷനാണ് അവർക്ക്.